ഒരു റൗണ്ട് ഡയൽ സ്മാർട്ട് വാച്ച് വേണം. പ്രത്യേകിച്ച് നോയ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ വേണമെങ്കിൽ 1990 സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ ആമസോണിൽ ഇതേ ഫസ്റ്റ് സെയിലിനത്തെ നോയ്സ്ഫിറ്റ് ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 2000 രൂപയ്ക്കുള്ളിൽ നമ്മൾ ഈ ഒരു ട്വിസ്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ നോയ്സ്ഫിറ്റ് ട്വിസ്റ്റ്. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് ലഭ്യമാകുക. കൂടാതെ ഫ്രെയിമിലേക്ക് വരുവാണെങ്കിൽ പോളികാർബണേറ്റ് ആണ് മെറ്റീരിയൽ, എന്നാൽ പോലും മെറ്റാലിക് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റിച്ച് ലുക്ക് ഉണ്ട്. വലത് സൈഡിൽ 2 ബട്ടൺസ് ഉണ്ട്. ഏറ്റവും മുകളിലായിട്ടുള്ളത് ഹോമും, രണ്ടാമത് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു സ്പോർട്സ് മോഡ് തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ നേരെ ആ ഒരു സ്പോർട്ട് മോഡിലേക്ക് അങ്ങോട്ട് പോകുന്നതാണ്. കൂടാതെ പിറകിലേക്ക് നോക്കുവാണെങ്കിൽ ചാർജിങ് പോയിന്റും അതുപോലെ തന്നെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ആ ഒരു സ്ട്രാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 22mm സിലിക്കൺ സ്ട്രാപ്പോട് കൂടിയിട്ടുണ്ട് ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ, ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. കൂടാതെ ഈ ഒരു ബക്കിൾ പോലും പ്ലാസ്റ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ഇതല്ലാണ്ട് റോസ് വൈൻ, റോസ് പിങ്ക്, സ്പേസ് ബ്ലൂ, സിൽവർ ഗ്രേ എന്നിങ്ങനെ മറ്റ് 4 കളേഴ്സിലും അവൈലബിൾ ആണ്. ഏത് വാങ്ങിച്ചാലും ഈ ഒരു 22mm ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ഒരു സ്ട്രാപ്പുകൾ മാറ്റാം. ഉറപ്പായിട്ടും ഇതിനേക്കാളും ക്വാളിറ്റിയുള്ള, അതായത് ഈ നോയ്സിന്റെ കൂടെ വന്നതിന്റെ ഇതിനേക്കാളും ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല പെർഫെക്റ്റ് സാധനം ഇൻസ്റ്റോളുള്ള DeepZstore നമ്മുടെ സ്റ്റോറിലുണ്ട്. ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിട്ടുന്നതിനേക്കാളും വളരെ വില കുറച്ചിട്ടാണ് അവിടെ നിങ്ങൾക്ക് ആ ഒരു സാധനം വാങ്ങിക്കാൻ പറ്റുന്നത്. ഇനി സിലിക്കൺ സ്ട്രാപ്പ് ആയിക്കോട്ടെ, അതല്ല മെറ്റൽ സ്ട്രാപ്പ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റയിൽ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു വാച്ച് അൾട്രയുടെ ഓഷൻ സ്ട്രാപ്പ് സഹിതം ഈ ഒരു 22mm ഇടാൻ പറ്റുന്ന ടൈപ്പ് നമ്മുടെ DeepZstoreൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു വാച്ച് എന്നുള്ളതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ സ്ട്രാപ്പ് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യൂട്ടോ. നമുക്ക് വാച്ച് ഒന്ന് ഓൺ ചെയ്യാം. നോയ്സിന്റെ ലോഗോ ഇവിടെ ഉണ്ട്. എന്തായാലും ഇവിടെയും നമ്മുടെ മറ്റുള്ള എല്ലാ നോയ്സിന്റെ സ്മാർട്ട് വാച്ചുകളിലുള്ളതുപോലെ തന്നെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് QR കോഡാണ് ആദ്യം വരുന്നത്. നമ്മൾ ആ ഒരു നോയ്സ്ഫിറ്റിന്റെ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെ നമ്മുടെ വാച്ച് ഫേസിലേക്ക് വരത്തുള്ളൂ. ഇനി ഡിസ്പ്ലേയെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ 1.38 ഇഞ്ച് TFT റൗണ്ട് ഡയൽ ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. 240x240 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. എത്ര നിറ്റ്സ് ബ്രൈറ്റ്നസ് എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സണ്ണി ഡേയ്സിൽ പോലും വിസിബിൾ ആണ്. സോ ആ ഒരു കാര്യത്തിലും വലിയ പ്രശ്നമില്ല. പൊതുവേ നോയ്സിൽ എല്ലാത്തിലും തന്നെ ഈ ഒരു 500 നിറ്റ്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ യൂസറിന്റെ ഫേസിലേക്ക് വരുവാണെങ്കിൽ വാച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാച്ച് ഫേസ് എന്ന് ചെയ്താണ്. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള 4 വാച്ച് ഫേസസ് ഇവിടെ കാണാം. അറ്റ് എ ടൈം 5 എണ്ണം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പോലും 100-ൽ പരം ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമ്മുടെ ആ ഒരു നോയ്സ്ഫിറ്റ് ആപ്പിൽ പോയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ പറ്റും. അതൊക്കെ ഞാൻ ആ ഒരു ആപ്പ് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്നും 54% ബാറ്ററി ഉണ്ടെന്നും ബാറ്ററി ലെവലും കാണിക്കുന്നുണ്ട്. സൈലന്റ് മോഡിലേക്ക് ഓൺ ആക്കാം. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഈ 5 ഇട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും 1 or 2 അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമേ ഇല്ല. ഫൈൻഡ് മൈ ഫോൺ, ഡു നോട്ട് ഡിസ്റ്റർബ്, പവർ സേവിങ്, സെറ്റിംഗ്സ് ഒക്കെ കാണാൻ പറ്റും. ഇനി വലുതെന്ന് ഇടത്തോട്ട് പോകുവാണെങ്കിൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ബ്ലഡ് ഓക്സിജൻ, സ്ലീപ്പ്, സ്ട്രെസ്, വിജറ്റ്സ്, ഇത് തന്നെയാണ് സെയിം നമ്മൾ ഇടത്തുനിന്ന് വലുതോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇനി നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോകുവാണെങ്കിൽ ആദ്യം കാണാൻ പറ്റുന്നത് നോയ്സ് ഹെൽത്ത് ആണ്. അവിടെ ആക്ടിവിറ്റി ഉണ്ട്, ഹാർട്ട് റേറ്റ്, SpO2, സ്ലീപ്പ്, ബ്രെത്ത്, സ്ട്രെസ്. എന്നാലും ഇതൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാമേ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. നോയ്സ് ബസ്സിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കോൺടാക്ട്സ്, നമ്മുടെ നോയ്സ്ഫിറ്റ് ആപ്പ് വഴി നമുക്ക് 10 ഫ്രീക്വന്റ് ആയിട്ടുള്ള കോൺടാക്ട്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കോൾ ഹിസ്റ്ററി കാണാം. കൂടാതെ ഡയൽ പാഡ്, നമുക്ക് കോൾ ഇങ്ങനെ നമ്പർ വിളിച്ചിട്ട് നമുക്ക് വിളിക്കാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ ക്ലോക്കിലേക്ക് പോകുകയാണെങ്കിൽ അലാം, ടൈം, സ്റ്റോപ്പ് വാച്ച്, വേൾഡ് ക്ലോക്ക്. അതുപോലെ തന്നെ വർക്കൗട്ടിലേക്ക് പോകുകയാണെങ്കിൽ 100-ൽ പരം സ്പോർട്ട് മോഡ് നമുക്ക് ഇതിനകത്തുണ്ട്. വർക്കൗട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് 22mm സ്ട്രാപ്പ് മേടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു DeepZstoreൽ. ആ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് ബോട്ടിന്റെ എക്സ്റ്റെൻഡ് പ്രോ മേടിച്ചത്. പക്ഷേ വാക്കിംഗ്, അതായത് ഔട്ട്ഡോർ വാക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഫുഡ് സ്റ്റെപ്സ് ആക്യുറേറ്റേ അല്ലാന്ന് ഭയങ്കര രീതിക്ക് ഡബിൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര രീതിക്ക് കുറവ് കാണിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി ഈ ഒരു സ്മാർട്ട് വാച്ച് കൊണ്ടിട്ട് ഒന്ന് നടന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ആക്യുറേറ്റ് തന്നെയാണ്. സോ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഔട്ട്ഡോർ വാക്കിങ്ങിന് പോകണമെങ്കിൽ ഈ ഒരു വാച്ച് ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. കൂടാതെ സൈക്ലിങ്ങിന് ഞാനൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസിഷൻ ഫെയിൽഡ് ആണ്, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ. പക്ഷേ ഔട്ട്ഡോർ വാക്കിംഗ് ആണെങ്കിൽ നോ പ്രോബ്ലം, നല്ല അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആണ്. പിന്നെ വർക്കൗട്ടിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു സ്പോട്ടിലേക്ക് ഞെക്കി കഴിഞ്ഞാൽ കണ്ട അതിലേക്ക് തന്നെ ഡയറക്റ്റ് അങ്ങോട്ട് വരും. നമ്മളിങ്ങനെ മെയിൻ മെനു ഒന്ന് ഞെക്കി പിന്നെ വർക്കൗട്ടിൽ പോയി പിന്നെ നമ്മളെടുത്ത്, അങ്ങനത്തെ ഒരു ആവശ്യമേ ആ ഒരു സംഭവത്തിൽ, അതായത് നമ്മൾ ഈ ഒരു വാച്ച് വാങ്ങിച്ചാൽ അങ്ങനെയില്ല. പിന്നെ സ്പോട്ട് റെക്കോർഡ്സ് കാണാൻ പറ്റും.
അതുപോലെ തന്നെ റിമൈൻഡേഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ആപ്പിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്താലേ ഇവിടെ വരത്തുള്ളൂ കേട്ടോ. ഇനി മ്യൂസിക് നോക്കുവാണെങ്കിൽ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും നെക്സ്റ്റിലേക്കും പ്രീവിയസിലേക്കും സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. വെതർ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് എടുത്ത് കാൽക്കുലേറ്റർ ഉള്ള ഒരു സ്മാർട്ട് വാച്ച് ആയിരുന്നു. ഇതിന് മുന്നേ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇതും എന്തായാലും 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് റൗണ്ട് ഡയൽ ഡിസ്പ്ലേ ഉള്ള ഒരു സാധനത്തിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് വാങ്ങിച്ചോളൂ കേട്ടോ. കൂടാതെ വാച്ച് ഫേസസ്, ഫ്ലാഷ് ലൈറ്റ്, സെറ്റിംഗ്സ് പോകുകയാണെങ്കിൽ ആദ്യം തന്നെ ബ്രൈറ്റ്നസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ റിംഗ് ടോൺ വൈബ്രേഷൻ, നമുക്ക് ഈ ഒരു വൈബ്രേഷൻ്റെ ഇന്റൻസിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ സൈലന്റ് മോഡിലേക്കും ഇവിടെ വന്നിട്ട് മാറ്റാൻ പറ്റും. റിസ്റ്റ് അവൈക്ക് ഇപ്പോൾ ആക്റ്റീവ് ആണ് ചെയ്യുന്നത് 24 hours. ഡ്യൂറേഷൻ നമുക്ക് വേണമെങ്കിൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചെയ്യാം. കൂടാതെ ടേൺ ഓഫ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ബ്രൈറ്റ് സ്ക്രീൻ ടൈമിൽ നോക്കുകയാണെങ്കിൽ 5 to 30 seconds ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഓൾവേസ് ബ്രൈറ്റും ഉണ്ട്. ഈ ഓൾവേസ് ബ്രൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമോലെഡ് ഡിസ്പ്ലേയിലുള്ള നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പൈസ ഇല്ല അമോലെഡ് ഡിസ്പ്ലേ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു 2000 രൂപ കൊടുത്തിട്ട് ഓൾവേസ് ബ്രൈറ്റ് അങ്ങോട്ട് ഓൺ ആയി കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഓൺ ആയി തന്നെ ഇരിക്കും. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഡ്രെയിൻ ആവും. കൂടാതെ ഡു നോട്ട് ഡിസ്റ്റർബ് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. മെനു സ്റ്റൈൽ നമുക്ക് ഗ്രിഡോ ലിസ്റ്റോ എന്തുവേണമെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ട് ആക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഓട്ടോ സ്പോട്ട് ഡിറ്റക്ഷൻ, സത്യം പറഞ്ഞാൽ ഞാൻ ഇത് സൈക്ലിങ്ങിന് പോകുന്ന സമയത്ത് കണ്ടില്ലായിരുന്നു കേട്ടോ. അല്ലാതെ ഉറപ്പായിട്ട് ഞാൻ ഇത് ഓൺ ആക്കി നോക്കി തന്നെ, കാരണം സൈക്ലിങ്ങിൻ്റെ ആ ഒരു സംഭവം ഞാൻ ഓൺ ആക്കിയിട്ട് കാണാതിരുന്നത് കൊണ്ട്. കൂടാതെ അബൌട്ട് കോൾസ്, ഡിവൈസ്, QR കോഡ്, റീബൂട്ട്, പവർ ഓഫ് റീസെറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ആ ഒരു യൂസർ ഇന്റർഫേസിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സ് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം ബോർഡിൽ വെച്ച് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് നോക്കാവേ. ഇത് നമുക്കിവിടെ കാണാം, സംഭവം അങ്ങോട്ട് ചെക്കിംഗ് ആണ്. വെയർ വാഷ് പ്രോപ്പർലി ആൻഡ് ട്രൈ അഗൈൻ, അതായത് നമ്മൾ ബോർഡിലൊന്നും വെച്ചാലും അങ്ങനെ എന്താ പറയുക ആവശ്യമില്ലാത്ത റേറ്റ്സ് ഒന്നും കാണിക്കത്തില്ല എന്നാണ്. നമ്മളെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ ആക്യുറേറ്റ് ആണെങ്കിലും അല്ലെങ്കിലും റേറ്റ്സുകൾ കാണിക്കത്തുള്ളൂ. 76 വന്നു, 77, 79, 80, ഇത് മാക്സിമം 81, ആവറേജ് 80, മിനിമം 79ലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്ലഡ് ഓക്സിജൻ നോക്കാം. ഇത് 99, 98, 97, 98ലേക്ക് വീണ്ടും പോയി, 99ലേക്ക് പോയി, ഫൈനലി മാക്സിമം 98, മിനിമം 97ലേക്ക് മാറിയിട്ടുണ്ട്. ഇനി സ്ട്രെസ് എന്തുമാത്രം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നോർമലാണ് 45, മാക്സിമം 45, മിനിമം 45 തന്നെയാണ് നിൽക്കുന്നത് സ്ട്രെസ് കേട്ടോ. എന്തായാലും ഇതൊക്കെ തന്നെ ഈ ഒരു വാല്യൂസ് നമ്മളൊരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക, അല്ലെങ്കിൽ ഉറപ്പായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്യുക. ഇത് തന്നെയാണ് ഈ ഒരു നോയ്സിന്റെ വെബ്സൈറ്റിൽ പോയാൽ അവരും അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ നോയ്സ്ഫിറ്റ് ആപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വാച്ച് അങ്ങോട്ട് പേര് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉണ്ടാവും ഹെൽത്ത് ഓവർവ്യൂ, അതുപോലെ തന്നെ സ്റ്റെപ്പ് കൗണ്ട് എത്രയായിരുന്നു, ഡിസ്റ്റൻസ് നമ്മൾ എത്ര പോയി, കാലറി, ഹാർട്ട് റേറ്റ്, സ്ലീപ്പ്, ബ്ലഡ് ഓക്സിജൻ, സ്ട്രെസ്, അപ്പോൾ എല്ലാം തന്നെ അതായത് ആ ആക്ടിവിറ്റിയുടെ ആ സംഭവമാണ് കാണിക്കുന്നത്. രണ്ടാമത് വന്നത് ചലഞ്ചസ് ആണ്. ചലഞ്ചസ് എന്നൊക്കെ പറയുന്നത് ഇത് പൊതുവെ നമ്മുടെ സ്ട്രാവ് ആപ്പ് ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഉള്ള ഒരു ഓൾമോസ്റ്റ് സംഭവമാണ്. പിന്നെ ഫ്രണ്ട്സ്, ഷോപ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇനി മൈ ഡിവൈസിലേക്ക് ഉണ്ട്, ഇതാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഏറ്റവും മുകളിലായിട്ടുണ്ട് 59% ബാറ്ററി ലെവൽ കാണിക്കുന്നു, കണക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാച്ച് ഫേസസ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് നമുക്ക്, അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് 100-ൽ പരം വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്കൊരു വാച്ച് ഫേസ് ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ക്രിയേറ്റ് നൗവിൽ പോയി കഴിഞ്ഞാൽ അവിടെ കണ്ടോ എങ്ങനെ വേണം ഈ ഒരു ടൈമൊക്കെ മുകളിൽ വേണോ താഴെ വേണോ എല്ലാം ചെയ്തിട്ട് ഒന്നെങ്കിൽ ഡയറക്റ്റ് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഗാലറി പോയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ കളറും ഇതൊക്കെ മാറ്റാനാണ് കണ്ടോ ഈ ഒരു സംഭവം ഉള്ളത്. അപ്ഡേറ്റ് വാച്ച് ഫേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാച്ചിലേക്ക് അത് അങ്ങോട്ട് വരുന്നതാണ്. കൂടാതെ നോട്ടിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ അവിടെയാണ് ആക്ച്വലി നമ്മുടെ വാട്സപ്പിൻ്റെത് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഏതാണോ നമുക്ക് വേണ്ടത് അതിൻ്റെത് വാച്ചിൽ കാണണമെങ്കിൽ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് ഓൺ ആക്കി ഇടണം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ളതിൽ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാനേജിൽ പോയിട്ട് കണ്ടോ നിങ്ങൾക്ക് അൺചെക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അങ്ങോട്ട് ചെയ്യാനേ പറയത്തുള്ളൂ. കൂടാതെ SMS അലർട്ട് നമുക്ക് ഇവിടെ ഓൺ ആക്കി ഇടാം. അതുപോലെ തന്നെ മൈ റിമൈൻഡേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, അത് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ആഡപ്പ് ചെയ്യേണ്ടത് കേട്ടോ. കൂടാതെ കോൾ അലർട്ടിലേക്ക് വരണമെങ്കിൽ ഇവിടെയാണ് നമ്മൾ ബ്ലൂടൂത്ത് കോളിംഗ് ഇപ്പോൾ ഓപ്പൺ ആണ്. എന്നാൽ കോൾ അലർട്ട് നമ്മളിത് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ എന്താ പറയുക കോൾ അങ്ങോട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ കോൾ നമുക്ക് വിളിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഹെൽത്ത് മോണിറ്ററിംഗിൽ വരുവാണെങ്കിൽ ഹാർട്ട് റേറ്റ്, റാപ്പിഡ് ഐ മൂവ്മെന്റ്, ഡ്രിങ്ക് വാട്ടർ, ഹാൻഡ് വാഷ്, ഐഡൽ അലർട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. കൂടാതെ ഗൂഗിൾ ഫിറ്റ് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ മൈ കോൺടാക്ട്സ്, ഇവിടെയാണ് നമ്മൾ വന്നിട്ട് കോൺടാക്റ്റുകൾ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. 10 കോൺടാക്ട്സ് നമുക്ക് ചെയ്യാം. ക്വിക്ക് റിപ്ലൈയിൽ പോകുവാണെങ്കിൽ അതായത് നമുക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിന്ന് ഈ ഒരു 5 എണ്ണത്തിൽ വേറെ വേണമെങ്കിൽ 5 എണ്ണത്തിൽ കൂടുതൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഒരെണ്ണം എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കസ്റ്റം ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ വെതർ സെറ്റിംഗ്സ് നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. അതുപോലെ തന്നെ വേൾഡ് ക്ലോക്ക് നമുക്ക് ഇവിടെ വന്നിട്ട് ആഡ് ചെയ്യാം. ഫൈൻഡ് മൈ ഫോൺ, ക്യാമറ ഷട്ടർ, സ്പോർട്സ് മോഡ് നമുക്ക് സെലക്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിവൈസ് സെറ്റിംഗ്സിലേക്ക് വേണമെങ്കിൽ 24 hours നമുക്ക് വേണമെങ്കിൽ 12 hours ഇഷ്ടമുള്ള ടൈം നമുക്ക് കാണിക്കുന്ന രീതിക്ക് ചെയ്യാം. കൂടാതെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് അൺപെയർ ഡിവൈസും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നോയ്സ്ഫിറ്റ് ആപ്പിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്.
ദേ ഇതുപോലാണ് നമ്മുടെ വാച്ചിൽ ഒരു കോൾ ഫോണിൽ വരുമ്പോഴത്തേക്ക് കണക്ട് ചെയ്താൽ കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ സൈലൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെയാണ് ആ ഒരു കസ്റ്റം മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാം, കൂടാതെ കോൾ കട്ട് ചെയ്യാം, കോൾ എടുക്കുകയും ചെയ്യാം. പൊതുവേ നമുക്ക് ഈ ഒരു റൗണ്ട് ഡയൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് ഒരു വലിയ ഫീൽ തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ വലിയ ഫീലൊന്നുമില്ല. നല്ല രസമുണ്ട് എൻ്റെ കയ്യിൽ കിടക്കുന്നത് കാണാനായിട്ട് കേട്ടോ. ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ 300 mAh ബാറ്ററി കപ്പാസിറ്റിയോടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. അതുകൊണ്ട് തന്നെ അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ഒരു ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. കൂടാതെ ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 2 ദിവസത്തിലേക്കും ചുരുങ്ങും കേട്ടോ. കൂടാതെ 2 hours വേണം 100% ചാർജ് ആകാനായിട്ട് 300 mAh. അതുപോലെ തന്നെ കമ്പനി റെക്കമെൻഡ് ചെയ്തത് 5V1 അഡാപ്റ്റർ ആണ്, അതായത് 5 wattsന്റെ ലോ പവർ അഡാപ്റ്റർ. നിങ്ങളുടെ കയ്യിൽ 5 wattsന്റെ അഡാപ്റ്റർ ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പവർ ബാങ്കിലൊക്കെ ചാർജ് ചെയ്യാൻ നോക്കുക. ഇനി അതൊന്നും ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ മാക്സിമം 5 wattsന്റെ ഒരു അഡാപ്റ്റർ വാങ്ങിക്കാൻ നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഒരു സാധനം കൊണ്ട് ചാർജ് ചെയ്യാൻ കുറച്ച് സേഫ് ആയിട്ടുള്ളത്. എന്തായാലും ബാറ്ററിയുടെ കാര്യത്തിൽ ഈ ഒരു 7 ദിവസം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഞാൻ ഓൺ ആക്കുന്ന സമയത്ത് 74% 75% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 100% തന്നെയാണ് ഞാൻ 4 മണിക്കൂറായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും എന്താ പറയുക, നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സൈക്ലിങ്ങിനും പോയിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഇത് ഓണായി കിടക്കുമായിരുന്നു. എന്നിട്ട് പോലും 53% ആയിട്ടേ ഉള്ളൂ. പിന്നെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ ഒരു ബാറ്ററി എന്ന് പറയുന്നത് 7 ദിവസം കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളൊരു നോർമൽ യൂസിൽ. IP68 വാട്ടർ ഡസ്റ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രിസിലിംഗിലോ അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. IP68 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡീപ്പ് ഡൈവിലോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇവരെ ഒരിക്കലും ഇത് അങ്ങോട്ട് സർവീസ് ചെയ്ത് തരത്തില്ല, നമ്മുടെ പൈസ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു നോയ്സ് ഫിറ്റ് ട്വിസ്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1999 രൂപയ്ക്ക് നമുക്കിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകോ ഇല്ലയോ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും അത്യാവശ്യം റൗണ്ട് ആയ ഡിസ്പ്ലേ വേണം, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ വേണം, അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ വേണം. ഒരു ബജറ്റ് റൗണ്ട് ആയ ഡിസ്പ്ലേ ഉള്ള ഒരു വാച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. 1799 1699 കണ്ണുപൂട്ടി വാങ്ങിച്ചോളൂ. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത്, ഞാൻ ആ ഒരു വാക്ക് ചെയ്തപ്പോഴത്തേക്ക് ഔട്ട്ഡോർ വാക്ക് ചെയ്തപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിരുന്നു. സോ എന്താ പറയുക, നിങ്ങൾ നടക്കാൻ പോകുന്നവരാണ്, റണ്ണിങ്ങിന് പോകുന്നവരാണ്, പിന്നെ ആ ഒരു സൈക്ലിംഗ് മാത്രമാണ് എന്താണ് അതിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടി വേണമെങ്കിൽ ട്രൈ ചെയ്തിട്ട് വേറെ ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അതർവൈസ് എല്ലാ കാര്യങ്ങളും ആക്ച്വലി നമുക്ക് നോർമൽ നടത്തം ഓട്ടത്തിനൊക്കെ ഇത് പെർഫെക്റ്റ് ആണെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ നോയ്സ് ഫിറ്റ് ട്വിസ്റ്റിനെ കുറിച്ചിട്ട് ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.